ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്, പിന്നെ മാസ് മീഡിയ, ന്യൂസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ, എലമെൻറ്റ്സ്, ടൈപ്സ്, ക്യാരക്ടേഴ്സ്, പിന്നെ ഫങ്ഷൻസ് ആൻഡ് ഡൈ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ തന്നെ ഫസ്റ്റ് നോക്കാം. Communication is the art of transmitting information, idea and attitude from one person to another. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളിലേക്ക് ഇൻഫോർമേഷൻ, ഐഡിയ, ആറ്റിറ്റ്യൂഡ്സ് ഇതൊക്കെ കൈമാറുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സോഴ്സ്, then receiver, then context, then message, then channel, then noise. അടുത്തത് എൻകോഡിങ്, പിന്നെ ഡീകോഡിങ്, ഫീഡ്ബാക്ക്, എഫക്റ്റ്. സോഴ്സ് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. സോഴ്സ് എന്ന് പറയുന്നത് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. A person who sends a message or a signal is the source in communication. ആരാണോ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ സിഗ്നൽ പാസ് ചെയ്യുന്നത് അയാളെയാണ്, ആ ഒരു പേഴ്സണെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേഴ്സൺ ആണ് റിസീവർ. റിസീവർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു റിസീവ്സ് ദ മെസ്സേജ് ഓർ സിഗ്നൽ ഈസ് ദ റിസീവർ ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഈ സോഴ്സ് അയച്ചിട്ടുള്ള മെസ്സേജ് ആരുടെ എത്തുന്നത് അയാളാണ് റിസീവർ എന്ന് പറയുന്നത്. ആരുടെ അടുത്താണോ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ എത്തുന്നത് അയാളാണ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ റിസീവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് ടേക്ക് പ്ലേസ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ്. ഇറ്റ് ക്യാൻ എയ്തർ റെസ്ട്രിക്റ്റ് ഓർ സ്റ്റിമുലേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഏത് കമ്മ്യൂണിക്കേഷനും ഒരു സന്ദർഭത്തിലാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്നല്ല ഏതൊരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് അവിടെ റെസ്ട്രിക്ഷൻസ് വരാം, ചിലപ്പം സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു സന്ദർഭത്തിനെയാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെസ്സേജ് ആണ്. മെസ്സേജ് ഇസ് എനിത്തിങ് ദാറ്റ് ഇസ് സെൻറ്റ് ആൻഡ് റിസീവ്ഡ്. ജനറലി വി think of communication messages as being verbal. We can also communicate non-verbally. മെസ്സേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വേർബലായിട്ടും നോൺ വേർബലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എഴുതിയിട്ടും അല്ലാതെ ആക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ സംസാരത്തിലൂടെ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ റിസീവ് ചെയ്യാം. അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ചാനൽ. ചാനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റൂട്ട് ഓർ vehicle along which the message is transmitted from a sender to receiver. ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫോണിലൂടെയാണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ചാനൽ ആ ഒരു ഫോണാണ്. ഇപ്പോൾ ടെലിവിഷനിൽ നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ വരുന്ന ചാനൽ എന്ന് പറയുന്നത് ആ ഒരു ടെലിവിഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് നോയ്സ്. നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് ഡിസോർട്ട്സ് ഓർ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ മെസ്സേജ്. ഓക്കെ, നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ നോയ്സ് വരുമ്പോൾ നമ്മൾക്ക് എന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കില്ല. അവിടെ ഒരു തടസ്സം വരും. ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പം അവിടെ സിഗ്നൽ കട്ടാവുകയാണെങ്കിൽ അതൊരു നോയ്സാണ്. നെക്സ്റ്റ് ആണ് എൻകോഡിങ്. എൻകോഡിങ് എന്താണെന്ന് നോക്കാം. Two important elements in communication are encoding and decoding. Encoding means that the message is translated into a language or code
suitable for transmission to the intended receivers. ഈ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. ഈ സെൻഡർ ഈ ഒരു മെസ്സേജ് റിസീവർക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ഉണ്ടാവണം, ആ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അയാളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മെസ്സേജ് അത് ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ ഒരു കോഡിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ആ ഒരു റിസീവറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് എൻകോഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡീകോഡിങ് നോക്കാം. ദ ആക്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ കോംപ്രഹെൻഡിങ് എ മെസ്സേജ് ഈസ് റെഫേർഡ് ടു ആസ് ഡീകോഡിങ്. ഡീകോഡിംഗ് എന്ന് പറയുന്നത് സെൻഡർ അയച്ചിട്ടുള്ള, അതായത് സോഴ്സ് അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ് റിസീവർ മനസ്സിലാക്കിയെടുക്കുന്ന, ആ ഒരു മെസ്സേജ് അയാൾ പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫീഡ്ബാക്ക്. The information that is feedback to the source is known as feedback. അതായത് ഇപ്പം ഒരു സോഴ്സിൽ നിന്ന് ഒരു റിസീവർക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ആയെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ മനസ്സിലാക്കി ഡീകോഡ് ചെയ്തിട്ട് ആ ഒരു റിസീവർ തിരിച്ച് ആ ഒരു സോഴ്സിന് അയക്കുന്ന ആ ഒരു മെസ്സേജ്, അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. The consequences of communication are referred to as effect. Communication has always some effects on one or more persons. The effect could be on the source or on the receiver or on both of them. ഈ കമ്മ്യൂണിക്കേഷൻ്റെ അനന്തരഫലത്തിനെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും എന്തെങ്കിലും ഒരു അനന്തരഫലം ഉണ്ടായിരിക്കും. അത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്കോ വരാം. ഒന്നെങ്കിൽ ആ ഒരു സോഴ്സിന് വരാം, അല്ലെങ്കിൽ റിസീവറിന് വരാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും വരാം. അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സോഴ്സ് റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും, ആ പാസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ്, പിന്നെ മെസ്സേജ്, ചാനൽ, നോയ്സ്, എൻകോഡിങ്, ഡീകോഡിങ്, ഫീഡ്ബാക്ക്, എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എലമെൻറ്റ്സ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 6 എണ്ണമാണുള്ളത്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഫസ്റ്റ് വണ്ണായിട്ടുള്ള ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഇൻട്രാപേഴ്സണൽ എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ഇസ് കോൾഡ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തിയിൽ തന്നെ, ഒരു ഇൻഡിവിജ്വലിൽ തന്നെ നടക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് here as the individual function as the source and receiver. ഇവിടെ എന്താണ്, ആ ഒരു ഇൻഡിവിജ്വലാണ് മെസ്സേജ് പാസ് ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും. In interpersonal communication, the starting point and the destination of messages are within the same person. ഇവിടെ മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്, അതായത് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ആ ഒരു പോയിന്റ് തൊട്ട് ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നത് വരെ, ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ ആ ഒരു സെയിം പേഴ്സണിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ മെഡിറ്റേഷൻസ്, നമ്മൾ പ്രെയർ ചെയ്യുക, അപ്പം അങ്ങനത്തെ കാര്യം, നമ്മൾ മനസ്സിൽ സംസാരിക്കുക, ഇതൊക്കെ ആ ഒരു ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളോട് തന്നെ സംസാരിക്കുക, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സെയിം പേഴ്സൺ ആയിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മെസ്സേജ് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ആ ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് face-to-face communication between two persons or more in close physical proximity. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ ഫേസ് ടു ഫേസ് ഒരു ഫിസിക്കൽ ക്ലോസ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ എന്ന് പറയുമ്പോഴും ഇന്റർ എന്ന് പറയുന്നതും മാറിപ്പോരുത്. ഇൻട്രാ എന്ന് പറയുന്നത്
ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2-ൽ കൂടുതൽ 2 or more പേഴ്സൺസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല പേഴ്സണൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സായിരിക്കും ഇവിടെ നടക്കുന്നത്. Communication between two persons is also known as dyadic communication. 2 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Communication by many persons in a face-to-face situation is described as group communication. Group communication എന്ന് പറയുന്നത് ഒരുപാട് പേര് തമ്മിലുള്ള ഒരു ഫേസ്-ടു-ഫേസ് സിറ്റുവേഷനിൽ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ 2 ബെഞ്ച് വീതം ഗ്രൂപ്പ് ആക്കാറില്ലേ, അതിനെയൊക്കെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരം കമ്മ്യൂണിക്കേഷനിൽ നമ്മൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ ഫീഡ്ബാക്കൊക്കെ പറയുമ്പം ഒരുപാട് സമയ ചിലവ് വരും. അതുകൊണ്ട് അവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ല. ഇറ്റ് ടേക്സ് ടൈം ബിഫോർ മീനിങ്സ് ആർ ക്ലാസിഫൈഡ് ആൻഡ് റെസ്പോൺസസ് അസിസ്റ്റ്. ഇതിൽ ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു മീനിങ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ ഒരു പ്രോസസ്സ് അവിടെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തി വരാനായിട്ട് കുറച്ച് പാടാണ്. ദസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ കോംപ്ലെക്സ് പ്രോസസ് ദാൻ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനേക്കാളും കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ആളുകൾ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിന് തിരിച്ചൊരാൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഇവിടെ കുറേ പേര് വരുമ്പം അവിടെ ആ ഒരു റെസ്പോണ്ടിങ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾക്ക് കറക്റ്റായിട്ടൊരു ആശയവിനിമയം നടത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ഇനി 4th വണ്ണാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ occurs when a group becomes too large for all members to contribute. One characteristic of public communication is an unequal amount of speaking. Public communication എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനേക്കാളും കുറച്ചും കൂടി ആളുകളുടെ എണ്ണം, മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ സംസാരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. one or more people are likely to deliver their remarks to the remaining members. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി ഒന്നോ അതിൽ കൂടുതൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും അവിടെ അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. ഇവിടെ ലിമിറ്റഡ് വെർബൽ ഫീഡ്ബാക്ക്സ് മാത്രമേ നടക്കുകയുള്ളൂ. പബ്ലിക് മീറ്റിംഗ്സ്, പൊളിറ്റിക്കൽ കൺവെൻഷൻസ് ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതാണ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു സ്പോക്കൺ മെസ്സേജസ് ദാറ്റ് വി ട്രാൻസ്മിറ്റ് ബൈ പ്രൊഡ്യൂസിങ് സൗണ്ട്സ്. സംസാരത്തിലൂടെ മെസ്സേജ് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഇൻ്റർപേഴ്സണൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ടു അതർ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ അല്ലെ മറ്റ് കോണ്ടെക്സ്റ്റുകളിലൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ത്രൂ റിട്ടൺ ഓർ പ്രിൻറ്റഡ് വേർഡ്സ്. എഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള വേർഡ്സിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് റെക്കോർഡ്സ് ആയിരിക്കും. പ്രൊവൈഡ്
ടാഞ്ചിബിൾ ലീഗൽ എവിഡൻസ് ആയിട്ട് അവിടെ കിടക്കും. ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ് ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ റീഡർ ടൈം ടു റീറ്റെയിൻ ദ മെസ്സേജസ്. ആ ഒരു നമ്മളിപ്പം അയക്കുന്ന ആ ഒരു മെസ്സേജ് അത് വായിക്കുന്ന ആൾക്ക് സമയമെടുത്ത് വായിക്കാനായിട്ടുള്ളൊരു അവസരം കൂടി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കൺട്രി ലൈക്ക് ഇന്ത്യ മില്യൺസ് ഓഫ് ഇല്ലിറ്ററേറ്റ്സ് ക്യാൻ നോട്ട് യൂസ് ദിസ് മീഡിയം. അപ്പം ഇന്ത്യയിൽ എന്താണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് ഇത് എന്താണൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സെക്കൻഡ്ലി ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, സമയം നഷ്ടപ്പെടുത്തുന്നതുമാണ്. തേർഡ്ലി ഫീഡ്ബാക്ക് ഓൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിലേഡ് ആസ് കമ്പയർഡ് ടു ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാളും കുറച്ചും കൂടി സമയമെടുക്കും ഈ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഹ്യൂമൻ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റ് വെർബലി ത്രൂ വേർഡ്സ് ആൻഡ് നോൺ വെർബലി ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് വിത്തൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ്. ഹ്യൂമൻ ബീയിങ്സ് വെർബലായിട്ടും അതായത് വേർഡ്സിലൂടെ അല്ലെങ്കിൽ നോൺ വെർബലി ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെസ്സേജ് സെൻഡ് ചെയ്യും റിസീവ് ചെയ്യും വേർഡ്സ് യൂസ് ചെയ്യാണ്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുമ്പം ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെൻറ്റ്സ്, ഐ മൂവ്മെൻറ്റ്സ്, അപ്പിയറൻസ്, പിന്നെ ബിഹേവിയർ, പോസ്റ്റേഴ്സ്, ഇതൊക്കെ അതിന് വരുന്ന ഒരു എക്സാമ്പിളാണ്. ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ്, എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് കുറച്ച് 3 സ്റ്റേജസ് ഉണ്ട്. അതൊന്ന് നോക്കാം. കാഷ്വൽ സ്റ്റേജ്, പേഴ്സണൽ സ്റ്റേജ്, ഇൻറ്റിമേറ്റ് സ്റ്റേജ്. കാഷ്വൽ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ്, നമ്മളിപ്പം ഒരാളെ കാണുമ്പോൾ നമ്മൾ ഹൗ അറിയോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹായ് ഹലോ ഇങ്ങനെ പറയുന്നതാണ് ഒരു കാഷ്വൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. നമ്മൾ കുറച്ചുകൂടി മോർ പേഴ്സണൽ എലമെൻറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. ഇനി തേർഡ് സ്റ്റേജാണ് ഇൻറ്റിമേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് യൂസ് ചെയ്യാറ്. ആ ഒരു ഇൻറ്റിമസി അനുസരിച്ച് നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പോൾ ഇത്രയാണ് 3 സ്റ്റേജസ് ഓഫ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പോർഷൻസ്, അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.